പൊതുപ്രവർത്തകന്മാരുടെ വിലയൊക്കെ ഇവൻ അറിയും. അത് കാലം വരും അല്ലേ. ഇവിടെ ഓരോരുത്തന്മാർക്ക് വിചാരമുണ്ട് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവൻ്റെയൊക്കെ കയ്യിലാണെന്ന്. എനിക്കൊരു ചെറിയ പരാതിയുണ്ട്. 3 ട്രിപ്പിന്റെ കാര്യം എന്തായി? എടാ 2 ദിവസം മുമ്പ് കാറ്ററിങ്ങിന് നിന്നെ വിളിച്ചിട്ട് നീ എന്താ പോവാത്തെ? ഞാൻ അറിഞ്ഞില്ല. നീ അറിഞ്ഞില്ലേ? കള്ളത്തരം പറയരുത്. നിന്നെ വിളിച്ചല്ലോ. അത് അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വയറിന് വല്ലാത്തൊരു പ്രശസ്താവസ്ഥ. 10,500 പേർക്ക് നിന്ന് വിളമ്പണ്ടല്ലേ, അതുകൊണ്ട്. എടാ വയറിഞ്ഞ് തിന്നണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പല അവസ്ഥയും വരും. ചുമ്മാ ഒരു ജോലിക്ക് പോകണ്ട, ഇങ്ങനെ ഇരുന്നങ്ങ് തിന്നോ. നിനക്ക് എന്താടാ രാഷ്ട്രീയക്കാരെ വിലയില്ലാത്തത്? അയ്യോ, രാഷ്ട്രീയക്കാരെ വിലയില്ലാത്തത് സർക്കാരിൽ നിന്ന് മാസം ശമ്പളം വാങ്ങിക്കണില്ല അവന്മാർക്കാ. അവന്മാർക്കൊരു വിചാരമുണ്ട്, ജീവിതകാലം മുഴുവൻ അവന്മാർക്ക് ഈ വില ഉണ്ടാവുന്നത്. പെൻഷൻ ആയി കഴിഞ്ഞോണ്ടല്ലേ പിണമാണ്, വെറും പിണം. പക്ഷെ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല, ജനിച്ച് മരിക്കുന്നത് വരെ ആ വിലയും പവറും അവർക്ക്. എന്താ പ്രശ്നം അത് പറ. പോലീസ് സ്റ്റേഷൻ അവൻ്റെ തന്തട വകയെന്നാണ് വിചാരം. ക്ലീറ്റ് അവിടെ ഇവിടെ തൊടാതെ കാര്യം പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്താ പ്രശ്നം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. സ്റ്റേഷനിൽ ഒരു പൊതുപ്രവർത്തനായി ഞാൻ ചെന്നപ്പോ എന്നെ ഒരു ആട്ടമായി. എന്റെ ആവശ്യം നിങ്ങളോട് എന്താ പറഞ്ഞേക്കണത്? ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവന്റെ ഡ്യൂട്ടി സമയത്ത് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ രാഷ്ട്രീയം കളിച്ച് അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവും, അപ്പൊ അവന്റെ വായിരിക്കണം കേട്ടിട്ടുണ്ടാവും. ഓ അത് ശരി. അപ്പൊ അവനങ്ങ് തോന്നണത് പറയാം. ഇതെല്ലാം പണി വരും, നോക്കിക്കോ. എനിക്കറിയാം ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. എന്ത് ചെയ്യാൻ? ഞാൻ ചെയ്തോളാം. പിന്നെ നിങ്ങളൊന്നും അവനിപ്പോ മറിച്ചിടും അങ്ങോട്ട്. എന്റെ ഭർത്താവ് ആയതുകൊണ്ട് പറയല്ല, ആളെ കാണുമ്പോഴത്തേനും നിങ്ങളുടെ മുട്ടിടിക്കണത് എനിക്കറിയാൻ പറ്റും. കുറെ നാളായാലും കൂടത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്താ അയ്യോ ഈ കാണിക്കുന്ന പേടിപ്പിക്കൽ അവിടെ നിന്ന് കാണിക്കാൻ എന്തേ നിങ്ങളപ്പോ? പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു മര്യാദ എനിക്കുണ്ട്. അവിടെ അവനെക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ മര്യാദ, ആ പരിഗണന എനിക്ക് വേണമല്ലോ, എനിക്ക് ബോധം വേണമല്ലോ. അവനവിടെ കിടന്ന് എന്തോ ആവാല്ലോ. പിന്നെ നീ അവനോട് പറഞ്ഞുതരാ, ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് എല്ലാ കാലവും ഇങ്ങനെ ഇരുന്ന് പൈസ വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കും, മീശയെ വിട്ടിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. അങ്ങ് തീരും ഒരു ദിവസം. അത് ഞാനിപ്പോ പറയാലോ. ഇങ്ങോട്ടെ നീ വരുമ്പോ ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞാൽ മതി. കൂടുതൽ കയറ്റിയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. എനിക്കങ്ങ് പേടിയാവും. അവനവന്റെ വായും വെച്ച് മിണ്ടാതിരുന്ന വലിയ കുഴപ്പമുണ്ടാവില്ല ക്ലീറ്റോ. ക്ലീറ്റോന്റെ ഭാഗത്തും തെറ്റുണ്ട്, അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ കൂടുതൽ പേടിപ്പിക്കാൻ ആരെയും നിൽക്കണ്ട. നിന്റെ ആങ്ങളുടെ കാര്യം വരുമ്പോൾ ന്യായം മുഴുവൻ അവന്റെ സൈഡിലാണ്, അതെനിക്കറിയാം. ഞാൻ ആരുടെ ന്യായം പറഞ്ഞതല്ല.